ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ എത്ര മെറ്റീരിയൽ വേണം, എത്ര ലൈനിങ് വേണം എന്നൊക്കെ പലർക്കുള്ള കൺഫ്യൂഷനാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മളത് എടുക്കുന്നത് എന്നാണിത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമുക്ക് ലൈനിങ് നമ്മൾ എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ലൈനിങ്ങിൻ്റെ ചെറിയൊരു പീസാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു തേര് വശം. അപ്പോൾ ഈ ഭാഗം അളന്നിട്ടാണല്ലോ നമ്മൾ മുറിക്കുന്നത്. അപ്പോൾ നമ്മൾ ലൈനിങ് വാങ്ങിക്കുമ്പോൾ എത്ര മീറ്റർ വേണമെന്ന് അറിയണമെങ്കിൽ ഇപ്പോൾ നമ്മളിതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. അതിപ്പോൾ ഫ്രോക്ക് ആയാലും ഒക്കെ, പിന്നെ മെയിൻ മെറ്റീരിയൽ ആയാലും ലൈനിങ് ആയാലും ഒക്കെ ലെങ്ത്ത് ഇതുപോലെയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു അറ്റത്ത് നിന്ന് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, അപ്പോൾ ഒരു 20 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടതെങ്കിൽ ഇപ്പോൾ 20 എടുത്തു. അപ്പോൾ നമുക്ക് ഇത് ഒരു വശത്തേക്കേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് 2 പീസ് നമുക്ക് ലൈനിങ്ങിന് വേണം. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസായി. അപ്പോൾ നമ്മളിത് 20 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 20 40 ഇഞ്ച് നമുക്ക് ലൈനിങ്ങിന് വേണം. അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് സെൻറ്റിമീറ്ററും ഒരു ഭാഗത്ത് ഇഞ്ചിൻ്റെ കണക്കും മാത്രമാണുള്ളത്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് ഇഞ്ചിൻ്റെതും സെൻറ്റിമീറ്ററും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കി ഇപ്പോൾ 20 ഇഞ്ച് വരുമ്പോൾ ഒരു 1/2 മീറ്റർ വരുന്നുണ്ട്. ഇതുണ്ടോ, ഒരു 51. അപ്പോൾ നമുക്ക് 40 ഇഞ്ചാണ്. 20 40, അപ്പോൾ 102 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 മീറ്റർ 0.2 അല്ലേ, ആ പ്രശ്നമല്ല കേട്ടോ. അപ്പോൾ നമുക്ക് 1 മീറ്റർ കൂട്ടാം. ആ 1 മീറ്ററിലേക്ക് നമുക്കൊരു 1/2 മീറ്ററും കൂടെ കൂട്ടാം. 1/2 മീറ്റർ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ബോഡിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് 1/2 മീറ്റർ വേണമെന്നില്ല കേട്ടോ, ഒരു 1/4 മീറ്റർ ആയാലും മതി. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ 1/4 കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ 20 ഇഞ്ച് ലൈനിങ്ങിന് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇതിപ്പോൾ ഒരു 10 ഇഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട്. നമുക്ക് ബോഡി പാർട്ട്, അതായത് ബോഡി ലെങ്ത്ത് 9 ഇഞ്ച് വരെ എടുക്കുന്ന ഫ്രോക്കിന് നമുക്ക് ഈ ഒരു 1/4 ഇഞ്ച് മതിയാവും കേട്ടോ. അപ്പോൾ ലൈനിങ്ങിൻ്റെ ലെങ്ത്ത് 20ഉം ബോഡിയുടെ ലെങ്ത്ത് 9 ഇഞ്ച് വരെ നമുക്ക് 1/4 മീറ്റർ ലൈനിങ് മതിയാവും. അത് കറക്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഫ്രോക്കിൻ്റെ സൈസിനനുസരിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും വേസ്റ്റായി പോവില്ല. പിന്നെ നമ്മൾക്ക് ക്രേപ്പ് ലൈനിങ്, അപ്പോൾ ക്രേപ്പ് ലൈനിങ്ങും നമ്മൾ അതുപോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കോട്ടണിൽ ഞാൻ കാണിച്ചതുപോലെ തന്നെ ക്രേപ്പ് ലൈനിങ്ങും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു തേര് വശം നമുക്ക് 2 സൈഡിലേക്കുമാണ് കിട്ടുക കേട്ടോ. ഇപ്പോൾ നമ്മളിതാ ഇതുപോലെയാണ് ഫോൾഡ് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുമ്പോൾ വേറൊരു ഗുണമുള്ളത്, നമുക്കിതാ ഇവിടെ ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 2 സൈഡിലും 2 പീസാകുമ്പോൾ 2 സൈഡിൽ ജോയിൻറ്റ് വരുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ ഭാഗം നൂല് പോരില്ലല്ലോ, പിന്നിപ്പോരൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ ഒരു മേലേക്കുള്ളതും താഴേക്കുള്ളതാണ്. താഴെ നമ്മൾ എന്തായാലും ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഇത് ലോക്ക് ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തവർ മേലെ ഭാഗം കൂടെ ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ പിന്നെ ഇത് പിന്നിപ്പോരുന്ന നൂല് പോരുന്ന വൃത്തികേടാവുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ലോക്ക് ചെയ്യുന്ന സൗകര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ വേസ്റ്റിൻ്റെ അവിടെ മാത്രം ലോക്ക് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ലൈനിങ്ങും ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ലൈനിങ് മീൻസ് കോട്ടൻ്റെ ലൈനിങ് കേട്ടോ. കോട്ടൻ്റെ ലൈനിങ്ങും ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഈ ഒരു ക്രേപ്പും ഇതുപോലെ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ അടുത്തത് വേസ്റ്റ് കൂടുതലുള്ളവർക്ക് നമുക്ക്, അതായത് ഇപ്പോൾ ഈ ഒരു ഇത് 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് 21 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം പ്ലീറ്റ് ഇടണമെങ്കിൽ നമ്മുടെ വേസ്റ്റിൻ്റെ 4 ഇരട്ടി മതിയാവും. ഒരു 3 ഇരട്ടി ആയാലും കുഴപ്പമൊന്നുമില്ല. 4 ഇരട്ടി ആയാലും നമുക്ക് നല്ല
നന്നായിട്ട് തന്നെ നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു നമ്മളിപ്പം 20 ഇഞ്ച് വേസ്റ്റ് ഉള്ളതാണെങ്കിൽ 5, 10, 15 കേട്ടോ 20 ഇഞ്ച് ഉണ്ട്. അപ്പോൾ അതിൻ്റെ 4 ഇരട്ടിയുണ്ട് വേസ്റ്റ് റൗണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് 15 ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കൊരു 7 ഇഞ്ച് വരെ എടുക്കുകയൊക്കെ ആണെങ്കിൽ ഈ ഒരു വീതി തന്നെ മതി കേട്ടോ. അതിലേക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് സൈസ് 7 ഇഞ്ച് ആകുമ്പോൾ 4, 28 വരുന്നുണ്ടല്ലോ. അപ്പോൾ 30 ഇഞ്ച് സൈസൊക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ഇതുപോലെ എടുത്താൽ മതി കേട്ടോ. നീളത്തിൽ 30 ഇഞ്ച് സൈസാകുമ്പോൾ നമുക്ക് പിന്നെ ഇത്രയും മതിയാവില്ല, ഇതിൻ്റെ ഈ ക്രേപ്പിൻ്റെ വീതി മതിയാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ എടുക്കുക. ഇതുപോലെ എടുക്കുമ്പോൾ ഇതിൻ്റെ വേസ്റ്റിൻ്റെ 4 ഇരട്ടി എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ കോട്ടണിൽ കാണിച്ച അതുപോലെ തന്നെയാണ് നമ്മൾ ക്രേപ്പ് ലൈനിങ്ങും കറക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 20 ഇഞ്ച് ലെങ്ത് ആണെങ്കിൽ ഇതാ 2 പീസിൽ നമുക്ക് 20 ഇഞ്ച് എടുക്കാം. മറ്റേത് ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ 20, 20, 40 അപ്പോൾ നമുക്കൊരു മീറ്റർ വരും. പിന്നെ ഒരു 1/4 മീറ്ററും കൂടെ ഉണ്ടെങ്കിൽ സ്ലീവ് വേണ്ടെങ്കിൽ കേട്ടോ 1.25 എടുത്താൽ മതി. സ്ലീവും കൂടെ വേണമെങ്കിൽ നമുക്ക് 1.5, 1.25 എടുക്കേണ്ടി വരും. ചെറിയ സ്ലീവൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഫുൾ കൈ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഫുൾ കൈ സ്ലീവൊക്കെ നമ്മൾ ഫ്രോക്കിൽ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ 1.25 എടുത്താൽ തികയത്തില്ല കേട്ടോ. 1.5, 1.25 എടുക്കേണ്ടി വരും. ഇപ്പോൾ ലൈനിങ് എടുക്കേണ്ട ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇനി ഫ്രോക്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടത്, ഇപ്പോൾ കാണിക്കാനായിട്ട് എൻ്റെ അടുത്ത് ഈ ഒരു ഫ്രോക്കാണുള്ളത് കേട്ടോ, വേറെ ഒന്നുമില്ല. പിന്നെ അപ്പോൾ നമ്മൾ ഇതുപോലുള്ളൊരു പാർട്ടി വെയർ ഫ്രോക്ക് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഏറ്റവും ടോപ്പ് പോർഷനെ ഒരു ചുരുങ്ങിയതാണ് കേട്ടോ പറയുന്നത്. ചുരുങ്ങിയത് നമുക്കൊരു 4 മീറ്ററെങ്കിലും വേണം. അതിനേക്കാളും കുറവായാൽ കാണാനൊരു ഭംഗിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഏറ്റവും മുകളിലിടുന്നത് ഒരു 4 മീറ്ററെങ്കിലും വേണം. പിന്നെ താഴെ ഇടുന്നത് നന്നായിട്ട് പൊങ്ങി നിൽക്കണമെങ്കിൽ താഴെ നമ്മളൊരു 3 മീറ്ററൊക്കെ കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ 2 മീറ്റർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ലൈനിങ്ങിൻ്റെ പിന്നെ ഞാൻ അതിന് പറഞ്ഞല്ലോ, നമ്മൾ ആ ക്രേപ്പിൻ്റെ വീതിയാണ് നമ്മളിത് ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് 4 ഇരട്ടി ഉണ്ടാവും. നമ്മുടെ വേസ്റ്റ് എത്രയാണോ അതിൻ്റെ 4 ഇരട്ടി. അപ്പോൾ അതേപോലെ തന്നെയാണ് കോട്ടൻ്റെ ലൈനിങ്ങും. ഇത് 2 മീറ്ററും ഇത് 2 മീറ്ററുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 മീറ്റർ കൊണ്ടാണ് ഞാൻ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിതിൻ്റെ ഇവിടെ ഫ്രില്ലൊക്കെ കൊടുത്തത് അധികം തിക്കായിട്ട് കൊടുത്തിട്ടില്ല, ചെറിയ രീതിയിലേ കൊടുത്തിട്ടുള്ളൂ. കാരണം ഈ 2 മീറ്റർ കൊണ്ടാണ് ഞാൻ ഈ ഒരു ലെയർ ഇട്ട് കൊടുത്തതും ഈ ഫ്രില്ലിട്ട് കൊടുത്തതും. അപ്പോൾ നല്ല തിക്കായിട്ടൊക്കെ കൊടുക്കണമെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വേണ്ടി വരും. പിന്നെ ഈ ഒരു ഫ്രില്ലിടാൻ തന്നെ നമുക്ക്, ഈ റഫിൾസ് ഇടാൻ തന്നെ നമുക്ക് 2 മീറ്റർ വേണ്ടി വരും. അപ്പോൾ ചെറിയ രീതിയിൽ കൊടുത്തുകൊണ്ടാണ് ഇത് രണ്ടും കൂടെ ഇതിനോട് ഒപ്പിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ പറഞ്ഞു വരുന്നത്, കസ്റ്റമർ നമുക്ക് ഇത്ര റേറ്റിൻ്റെ ഉള്ളിൽ ചെയ്യണം ഫ്രോക്ക് എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയും ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ 2 മീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 2 പീസായിട്ട് നമുക്ക് ഈ ഒരു സെക്കൻഡ് ലെയർ തന്നെ കൊടുക്കാം. വേറെ 2 മീറ്ററും കൂടെ എക്സ്ട്രാ കൊടുത്തിട്ട് ഈ റഫിൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു പ്ലെയിൻ നെറ്റ് 4 മീറ്റർ വേണ്ടി വരും. അപ്പോൾ കോസ്റ്റും കൂടും. അപ്പോൾ കോസ്റ്റൊക്കെ കുറച്ചിട്ട് ചെയ്യാനൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു ബ്ലാക്ക് ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, കാണാത്തവർ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ടുള്ളത് ഇവിടെ 6 മീറ്റർ കൊടുത്തിട്ടാണ്. ഈ ടോപ്പിൽ 6 മീറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് ലെയർ പിന്നെ 3 മീറ്ററുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 5 മീറ്റർ കൊണ്ടാണ് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ, ചെറിയ കുട്ടികളുടെതാണ്. അപ്പോൾ നമ്മളുടെ നമ്മളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ടൊക്കെ നമുക്കിത് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. ഓരോരുത്തർക്കും തലയിൽ ഉദിക്കുന്നത് ഇപ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന കാര്യമാവില്ല നിങ്ങളുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. ചെയ്യുന്ന വർക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്യുക.
അപ്പോൾ ഈ ഫ്രോക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചെറിയ കുട്ടികളുടെ ഫ്രോക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 മീറ്റർ എടുത്താലും നമുക്കത് 3 ലെയറൊക്കെ ആയിട്ട് 2 മീറ്റർ കൊണ്ട് നമ്മൾ നെറ്റ് എടുത്ത് ചെയ്യുന്നതെങ്കിൽ ഒരു 3 ലെയർ ആക്കിയാൽ നമുക്കതൊരു 6 മീറ്റർ ഇവിടെ ചുരുക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യാം. പിന്നെ സെക്കൻഡ് ലെയറും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ലൈനിങ് ഇങ്ങനെ എടുത്ത് കാണിക്കൂല, നമുക്ക് ഈ നെറ്റ് തന്നെ എടുത്ത് കാണിക്കുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ഇതിലിങ്ങനെ കാണുന്ന അത്രയും ഇതായിട്ടല്ലല്ലോ ഇതും കൂടെ വരുമ്പോൾ കാണുന്നത്. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടാവും. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ അതിലേറെ ഒന്നും കൂടെ ഫിനിഷിങ്ങിൽ കാണും കേട്ടോ. അപ്പോൾ അതിലുള്ള മാറ്റമാണ് ഉണ്ടാവുക. ലൈനിങ് അങ്ങോട്ട് എടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെക്കൻഡ് ലെയറും കൂടെ കൊടുക്കുന്നത്. അത് വേണ്ടെങ്കിൽ നമുക്ക് 1 മീറ്റർ ഒരു ലെയറിൽ തന്നെ നമുക്ക് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനും കസ്റ്റമറുടെ ആവശ്യത്തിനും പിന്നെ ഫ്രോക്കിന് കോസ്റ്റൊക്കെ കുറച്ച് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴൊക്കെ നമുക്ക് അതുപോലെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഫ്രോക്കിന് എത്രയാണ് മെറ്റീരിയൽ എടുക്കേണ്ടത് എന്ന്, അതായത് നെറ്റ് എത്രയാണ് എടുക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് വരലുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് പറയാനുള്ളത്, ചുരുങ്ങിയത് 4 മീറ്ററെങ്കിലും നമ്മൾ ചുരുക്കി കൊടുക്കണം, എങ്കിലേ അതൊരു നോർമലായിട്ട് ഫ്രില്ലേ ഉണ്ടാവുള്ളൂ കേട്ടോ. നന്നായിട്ട് പൊങ്ങി നിൽക്കണമെങ്കിൽ നമ്മൾ അതിലും കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ 4 മീറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ താഴെ നമുക്കൊരു 3 മീറ്ററൊക്കെ അല്ലെങ്കിൽ 2 മീറ്റർ ഒക്കെ ചുരുക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ ലെയർ കൂടുതൽ കൊടുക്കുമ്പോൾ അങ്ങനെയും പൊങ്ങി നിൽക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ 4 മീറ്ററാണ് ഇപ്പോൾ ഈ ഒരു ഫ്രോക്ക് ഞാൻ ചുരുക്കിയെടുത്തിട്ടുള്ളത് ഈ ടോപ്പിൽ. അപ്പോൾ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഫ്രില്ല്. അതിനേക്കാളും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു നെറ്റിൻ്റെ ലെങ്ത്ത് കൂട്ടി കൊടുക്കുക തന്നെ വേണം, എങ്കിലേ നമുക്ക് ചുരുക്കാൻ അത്രയും ഉണ്ടാവുള്ളൂ. പിന്നെ നോർമലായിട്ടുള്ളൊരു ഫ്രോക്ക് നന്നായിട്ട് പൊങ്ങി നിൽക്കുന്നതൊക്കെ നമ്മൾ 6 മീറ്റർ 9 മീറ്ററൊക്കെ ചുരുക്കിയെടുക്കുന്നതാണ്. ഇപ്പോൾ ചെറിയ കുട്ടികളുടേതാണെങ്കിൽ നമ്മൾ 3 മീറ്ററൊക്കെ എടുത്തിട്ട് അത് 3 ലെയറായി കട്ട് ചെയ്തിട്ട് ഒന്നിച്ച് ചുരുക്കിയെടുക്കാം. അങ്ങനെയൊക്കെ അത് കൂടുതലുണ്ടാവും. ഇപ്പോൾ കുറച്ചും കൂടെ വലിയ കുട്ടികളുടേതാണെങ്കിൽ നമുക്കത് ലെയറായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു 45 ലെങ്ത്തിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ഒരു ഫ്രോക്ക് 45 ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് ലെയർ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കൂടുതൽ എടുക്കണം. അപ്പോൾ ഇത് 7 മീറ്റർ കൊണ്ടാണ് ഈ ഒരു ഫ്രോക്ക്. അപ്പോൾ നമ്മൾ ഏത് മോഡലാണോ ഫ്രോക്ക് തയ്ക്കുന്നത് അതിനനുസരിച്ചിട്ട് നെറ്റിൻ്റെ മീറ്ററിൻ്റെ കണക്കൊക്കെ കൂടുതലും കുറവും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഓരോ ഫ്രോക്കും ചെയ്ത് നോക്കുക ചെറിയ കുട്ടികളുടെ അളവിൽ. അപ്പോൾ 1 ഇയർ 2 ഇയർ ബേബിയുടെയൊക്കെ അളവെടുത്തിട്ട് ആ ഒരു അളവിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു കണക്കൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയാവുന്ന ആരുടെയെങ്കിലൊക്കെ നമ്പർ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. ഇപ്പോൾ ഫ്രോക്ക് തയ്ച്ച് കൊടുക്കുന്നവർക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുള്ളൂ. നമ്മളല്ലാത്തവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ മറ്റുള്ളവർ കൊണ്ടുവന്ന് തരുന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് അവർ പറയുന്ന മോഡലിലാണ് നമ്മൾ ഇതുവരെ തയ്ച്ച് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ മോഡൽ ഫ്രോക്കും മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ്. കുറച്ച് ചെയ്യുന്നതും കൂടുതൽ ചെയ്യുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികളുടെ അളവിനനുസരിച്ചിട്ടും മോഡലിനനുസരിച്ചിട്ടൊക്കെ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ ഓരോ ഡൗട്ടും ക്ലിയർ ചെയ്യണമെങ്കിൽ നമ്മളിത് ചെയ്ത് നോക്കുക തന്നെ വേണം, എങ്കിലേ നമുക്ക് നമ്മളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാ മോഡലും കഴിയുമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.